ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ഈശ്വരകൃപയും ആയുരാരോഗ്യവും രോഗശാന്തി എല്ലാ നന്മകളും സമാധാനവും ശാന്തിയും എല്ലാ കൃപയും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് ഭാഗവതകീർത്തനം കഴിഞ്ഞ പ്രാവശ്യം ചൊല്ലിയതിൻ്റെ ബാക്കി കുറച്ച് ചൊല്ലാം. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ. കെട്ടുകളായതോ കർമ്മം പുരുഷനു, കെട്ടുകളൻ്റെ മുക്തി വരൂ ദൃഢം. കെട്ടുകളോ ഫലഭുക്ത്യാ തീരും, കെണ്ടായിനിയും നാരായണ ജയ. കേൾക്കണം എളുതായുണ്ടു രഹസ്യം, ദുഷ്കൃതവും നിജ സുഹൃതവും എല്ലാം കാൽക്കൽ നമസ്കൃതി ചെയ്തു മുകുന്ദനിൽ ആക്കുക സതതം നാരായണ ജയ. കയ്യിൽ വരുന്നതുകൊണ്ടു ദിനങ്ങൾ കഴിക്കാൻ ഫലം പുനരഞ്ചിക്കൊല്ല. കൈവരുമാകിലും ഇന്ദ്രന്റെ പദമെന്തിനു തുച്ഛം നാരായണ ജയ. കൊടിയ തപസ്സുകൾ ചെയ്തോരോ ഫലം ഇച്ഛിച്ചിടുകിൽ മുക്തി വരാദൃഢം. അടിമലർ തൊഴുകിലോരിച്ചാഹീനം മുക്തന്മാരവർ നാരായണ ജയ. കോപം കൊണ്ടു ശപിക്കരുതാരും, ഭഗവന്മയമെന്നോർക്ക സമസ്തം. സുഖവും ദുഃഖവും അനുഭവകാലം പോയാൽ സമമിഹ നാരായണ ജയ. കൗതുകം ഒന്നിലും ഇല്ലിനി മഹതാം ഭഗവൽ ഭക്തന്മാരോടു കൂടി. ഭഗവൽ ഗുണകഥന ശ്രവണങ്ങൾ ഒഴിഞ്ഞൊരു നേരം നാരായണ ജയ. കരുണാകരനാം ശ്രീനാരായണൻ അരുളിയിടും നിജ സായുജ്യത്തെ. ഒരു ഫലമുണ്ടോ 10,000 ഒരു ചന്തു പിറന്നാൽ നാരായണ ജയ. ബഹുജന്മാർജിത കർമ്മമശേഷം തിരുമുൽക്കാഴ്ച നിനക്കിഹ വച്ചേൻ. ജനിമരണങ്ങൾ എനിക്കിനി വേണ്ട, പരിപാലയ മാം നാരായണ ജയ. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദ ഹരേ കൃഷ്ണ. നാരായണ തവ പാദസരോജം അകമീ വിലസുക നാരായണ ജയ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. ലോകാസമസ്ത സുഖിനോ ഭവന്തു. എല്ലാ മക്കളും ഇന്ന് ഇത് നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം ഇതിലുള്ളതെന്ന് ദമ്പതി വിനോദം. അതിൽ രുക്മിണിയുടെ ഉള്ളിലെ അറിവുകൾ അപാരമാണ്. അത് നമുക്ക് മനസ്സിലാക്കാം. ഭഗവാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞത് ലോകകാര്യങ്ങളെപ്പറ്റി പറഞ്ഞപ്പോൾ രുക്മിണിക്ക് ഉള്ളത്തിൽ എന്തെങ്കിലും സംശയങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ രാജാക്കന്മാർ കൊതിച്ചിരുത്തിക്കുകയല്ലേ കുട്ടിക്കാലം കൊട്ടേ. അത് എന്തുവേണം ചെയ്യാം, അതിന് ഭഗവാൻ സന്തോഷമേ ഉള്ളൂ. അവരെൻ്റെ ഗുണം ഭഗവാൻ ഇഷ്ടമാണ്, സന്തോഷമാണ്. ഇതൊക്കെ പറയുമ്പം ബോധം കെട്ട് വീഴുകയും ഭഗവാൻ പെട്ടെന്ന് തന്നെ എടുത്ത് ഭഗവാൻ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ സന്തോഷം പറഞ്ഞു സമാധാനിപ്പിച്ചു. എന്നിട്ട് എന്താ പറയുക, നർമ്മങ്ങൾ ഇതൊക്കെ പിന്നെ ചിത്തത്തിൽ അന്യഥാത്വം തോന്നരുതേ. കാരണം ദേവിക്ക് എന്തെങ്കിലും അല്പം വിഷമം ഭഗവാൻ വേറെയാണെന്ന് തോന്നിപ്പോയാൽ ഇത്രയൊക്കെ പറയുമ്പോൾ ഭഗവാൻ രസത്തിന് വേണ്ടി പറഞ്ഞ ദേവിയുടെ കോപവും എന്താ ഉള്ളത്തിരുന്ന വാക്കുകളൊക്കെ കേൾക്കാനും പ്രേമവും അതുപോലെ തന്നെ ശോഭയുള്ള അധരം മുഖപത്മം ഇതൊക്കെ കാണുവാൻ വേണ്ടി ഭഗവാൻ ഇങ്ങനെ കൊതിച്ചു ഇതിനു വേണ്ടി ഇത് രണ്ടിനും ഞാൻ കൊതിച്ചു. അങ്ങനെ ഞാൻ ഇത്രയും പറഞ്ഞു. മത്തകാശിനി സൗന്ദര്യം
അത്ര വശ്യശക്തിയെല്ലാം ഉള്ള ബാലെ കുട്ടി സുന്ദരി മൗലിയായ കാന്തയോട് ഒരുമിച്ച് നന്ദിച്ച് നർമ്മങ്ങളൊക്കെ പറഞ്ഞ് നന്മയോടെ വാണിരുന്നത്. ഗൃഹസ്ഥാശ്രമികൾക്ക് ജന്മസാഫല്യം വിചാരിച്ചാൽ വേറെ മറ്റെന്താ ഉള്ളത്? ഇത് ഗൃഹസ്ഥാശ്രമികൾ ഇങ്ങനെയൊക്കെയല്ലേ എന്ന് ഭഗവാൻ പറഞ്ഞു. അങ്ങനെ നമുക്ക് ബാക്കി വായിക്കാം. ഒന്ന് കയറ്റി വായിക്കാം. എന്നിലെ നിനക്കുള്ള ഭക്തി വിശ്വാസം എല്ലാം മുന്നമേ ഞാനും നന്നായിട്ടറിഞ്ഞിരിക്കുന്നു. ദേവിയുടെ ഉള്ളിൽ ഭഗവാനോടുള്ള വിശ്വാസവും ഭക്തിയൊക്കെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. ഞാനെന്നീ പറഞ്ഞതിന് ഉത്തരം നിന്റെ വാക്യം ആനന്ദം കേൾപ്പതിനും നിന്നുടെ പ്രേമ കോപശോഭയും അധരവും മുഖപത്മവും കാൺമാൻ ശോഭനശീലേ ഇവ രണ്ടിനും കൊതിച്ചു ഞാൻ. ഇത്തരം പറഞ്ഞതു മത്തകാശിനി നിന്റെ ചിത്തത്തിൽ അന്യഥാത്വം തോന്നരുതടോ ബാലേ. ഒരു വ്യത്യാസവും ഒറ്റയ്ക്കേ ഉള്ളു. അത് അന്യഥാത്വം വെച്ചാൽ ഭഗവാൻ രുക്മിണി ഒന്നായി നിൽക്കുന്ന സമയത്ത് ഒരു വെറുപ്പ്, എൻ്റെ അല്ലാന്നൊരു തോന്നൽ വരല്ലേ എന്നാണ് ഭഗവാൻ പറയുന്നത്. സുന്ദരീ മൗലിയായ കാന്തയോടൊരുമിച്ചു നന്ദിച്ചു നർമ്മങ്ങളും പറഞ്ഞു. നന്മയോടെ വാണിടുന്നത് ഗൃഹസ്ഥാശ്രമികൾക്ക് ജന്മസാഫല്യം വിചാരിച്ചാൽ വേറെ മറ്റെന്തതുള്ളൂ. അതുകൊണ്ടാണ് ദേവി ജനങ്ങിരികൾ ഇതൊക്കെ അല്ലേ നർമ്മങ്ങൾ, ഈ രസങ്ങളൊക്കെ അല്ലേ ഒരു ഗൃഹസ്ഥാശ്രമത്തിൽ നമുക്കിതൊക്കെ അല്ലാവിനെന്താ ഉള്ളത് എന്നിവ മുകുന്ദൻ്റെ വാക്കുകൾ കേട്ട നേരം സുന്ദരീ രുക്മിണിക്കു ഉള്ളമൊട്ട് ആശ്വസിച്ചു. അല്പം ആശ്വാസം തോന്നി. ഭഗവാൻ ഇതൊക്കെ തമാശയ്ക്കാണെന്ന് അറിഞ്ഞപ്പോൾ. പക്ഷെ അദ്ദേഹം വിചാരിച്ചെന്താണ്? മാധവൻ പറഞ്ഞത് ഹാസ്യമെന്നറിഞ്ഞ അവൾ ബോധവും തെളിഞ്ഞ് അതിസുന്ദരി രുക്മിണിയും വല്ലഭൻ കൈവെടിയും തന്നെ എന്ന് ഉള്ളിലുള്ളോരല്ലലും ഭീതി ദുഃഖം കൈവെടിഞ്ഞതു നേരം. അങ്ങനെ ഉള്ളിലൊരു വിഷമം ഉണ്ടായിരുന്നു, എന്നെ കൈവെടിയാനാണോ? ഭഗവാന് ഈ ലോക സുഖങ്ങളല്ലല്ലോ. എന്നാൽ അങ്ങനെയുള്ള രീതിക്കാണെങ്കിൽ രുക്മിണിക്ക് മറ്റ് രാജാക്കന്മാരെല്ലാം കുട്ടിനാൾ തൊട്ടേ ആഗ്രഹിച്ചിരിക്കുകയല്ലേ രുക്മിണിക്ക് അങ്ങനെ കെട്ടണമെന്നുണ്ടെങ്കിൽ വിവാഹം കഴിക്കാമല്ലോ. അവരൻ്റെ സുഖം ഭഗവാന് സന്തോഷമേ ഉള്ളൂ. രുക്മിണിക്ക് സന്തോഷമുള്ളത് ഏത് ജീവിതമായാലും ഭഗവാന് സന്തോഷം തന്നെയാണ്. അപ്പോൾ ദേവി വിചാരിച്ചു ഭഗവാൻ ഉപേക്ഷിക്കാൻ ആരും കൈ വെടിഞ്ഞതു നേരം എല്ലാ ദുഃഖവും പോയി. ഭഗവാൻ വെറുതെയാ പറഞ്ഞറിയും, അല്ലെ ഭഗവാൻ കൈ വെടിയും എന്ന് തോന്നിപ്പോയി, ഉപേക്ഷിക്കുമെന്ന് തോന്നിപ്പോയി. അതാണ് ബോധക്കേട് വന്നത്. എല്ലാം ഭീതിയും ദുഃഖമൊക്കെ പോയി, ഒഴിഞ്ഞു പോയി. വെടിഞ്ഞതു നേരം എല്ലാ ദുഃഖവും പോയി. മന്ദാക്ഷഭാവത്തോടും കുമ്പിട്ടു മുഖാംബുജം വന്ദിച്ചു കൃഷ്ണനോടങ്ങിത്തരം ഉര ചെയ്തു. എന്താ പറയുന്നത് നോക്കാം. സർവേശനായ ഭവാൻ ചൊന്ന വാക്കുകൾ ഓർത്താൽ സർവവും സത്യമാകും, സംശയമേതുമില്ല. സംശയമേതും. അപ്പം സംശയം ഒട്ടും തന്നെ ഇല്ല. രുക്മിണിക്ക് പറഞ്ഞതെല്ലാം സത്യമാണ്. ഇവിടെ സത്യമാകുമില്ല സംശയം എന്ന് പറയുമ്പോൾ സത്യം ഇല്ലെന്നല്ല, ഇതെല്ലാം സത്യമാണ്, സംശയം ഇല്ല. അതാണ് ഈ ഇല്ല ഇവിടെ കിടക്കുന്നത്. ഇല്ല സംശയമേതും. നാനാത്വവിധമായ മായയ്ക്കും ആധാരനായി ഞാൻ ആത്മസ്വരൂപനായി വിഷ്ണുവാകുന്നു ഭവാൻ. ദേവിക്കറിയാം നാനാത്വവിധമായി ഭഗവാൻ ഇവിടെ മായയ്ക്കെല്ലാം ആധാരനാണ്. ഭഗവാന്റെ മായയാണ്. ഭഗവാൻ മായയ്ക്കുള്ള ആധാര സ്വരൂപം തന്നെയാണ്, ഉടമസ്ഥനാണ്. എന്നാൽ ഇവിടെ നാനാത്വവിധമല്ല, ഈ മായയിൽ നിന്നാണ് ഭഗവാൻ ശരീരം എടുക്കുന്നത്. എന്നാലോ ഭഗവാൻ ആരാണ്? സത്യത്തിൽ ജ്ഞാനാത്മസ്വരൂപനാണ്, അരൂപിയാണ്. പക്ഷേ ജ്ഞാനസ്വരൂപനാണ് ഭഗവാൻ, അറിവിൻ്റെ ഉറവിടമാണ്. അപ്പോൾ ഇവിടെ രൂപം എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ഗുണങ്ങൾ. അപ്പോഴാണ് ഭഗവാന് ഗുണം ഉണ്ടാകുന്നത്, സൽഗുണം. അല്ലെങ്കിൽ ഭഗവാൻ എന്താണ്? നിർഗുണാവസ്ഥയാണ്. നിർഗുണാവസ്ഥ വെച്ചാൽ പരബ്രഹ്മം അരൂപി ആയതുകൊണ്ട് ശരീരം എടുത്തെങ്കിലല്ലേ മായയുള്ളൂ. അപ്പം വികാരങ്ങളെല്ലാം അവിടെ ഉണ്ടാവും. അപ്പം നമുക്ക് നന്മ ഏതാ തിന്മ ഏതാന്ന് തിരിച്ചറിയാനുള്ള കഴിവ്. അങ്ങനെയാണ് ഭഗവാൻ സാത്വികം എടുക്കുന്നത്. രജോ ഗുണോ തമോ ഗുണമൊന്നുമല്ല. ഭഗവാൻ നാരായണന് സാത്വിക ഗുണ, സൽഗുണമാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഭഗവാന്റെ രൂപം എന്താ? ജ്ഞാനാത്മസ്വരൂപന. രൂപമില്ലാത്ത ഭഗവാൻ അറിവിൻ്റെ ഉറവിടമാണ്. എന്നവിടെ നാനാത്വവിധം രൂപമെടുക്കുന്നു നമുക്ക് വേണ്ടി. ഭഗവാൻ തന്നെ മായയ്ക്ക് ആധാരമാണ്. ഭഗവാന്റെ മായ തന്നെയാണ് വിഷ്ണുമായ. അതുകൊണ്ട് ഭഗവാൻ ജ്ഞാനാത്മസ്വരൂപനാണ്. അങ്ങനെയുള്ള വിഷ്ണുവാകുന്നു ഭഗവാനെന്ന് രുക്മിണി മനസ്സിലാക്കി. രുക്മിണിക്ക് അറിയാം അത്. രുക്മിണി വെറുതെയൊന്നും അല്ല, ഭഗവാൻ ഉള്ള എങ്ങനെ അറിയാൻ പരിശോധിച്ചതാ. രുക്മിണി രാജകുമാരിയാ.
എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും എന്തുകൊണ്ടാണ് ഭഗവാൻ തന്നെ വേണമെന്ന് തപസ് ചെയ്ത കാര്യം? സൽഗുണം. ഭഗവാന്റെ ഗുണഗണങ്ങൾ മഹാത്മാക്കളായ സന്യാസിമാരെ പുകഴ്ത്തുന്നത് കേട്ടതുകൊണ്ടാണ്. അവിടെ എത്ര എത്ര രാജാക്കന്മാരാ രുക്മിണിയെ വിവാഹം കഴിക്കാൻ ആലോചിച്ചിരിക്കുന്നത്, അവിടെ ഒരുങ്ങിയിരിക്കുന്നത്. ആരെ കെട്ടും എന്നെ കിട്ടുമോ എന്ന് അങ്ങനെ ഇരിക്കുന്ന ഇടയിൽ കൂടല്ലേ ഭഗവാൻ എടുത്തുകൊണ്ട് പോരുന്നത് രുക്മിണിയെ. അപ്പോൾ രുക്മിണിയുടെ ഉള്ളം ഒന്ന് രസം, എല്ലാം കൊണ്ടും ഉള്ളത്തിൽ എത്രമാത്രം അറിവുണ്ടെന്നൊന്ന് മനസ്സിലാക്കാം. ഇവിടെ നല്ല അറിവാണ്. ഇപ്പോൾ തന്നെ ഭഗവാന്റെ മായയാണെന്ന് മനസ്സിലായി. ഭഗവാന് നാനാത്വ വിധം അങ്ങനെ എടുക്കുന്നു. എന്നാലോ ഭഗവാൻ ജ്ഞാനാത്മ സ്വരൂപനായ വിഷ്ണു ആകുന്നു എന്ന് ഭഗവാൻ ആണെന്ന് രുക്മിണി പറഞ്ഞു. അപ്പോൾ രുക്മിണിക്ക് അറിയാഞ്ഞിട്ടാണോ? മോഹനമായ തവ മായയാ മൂടി സദാ ദേഹാഭിമാന ദുഃഖ താപസന്തപ്തയായി ജ്ഞാനലേശം പോലുള്ളിലില്ലാത്ത മാനുഷ സ്ത്രീ ഞാനെന്നത് അതുകൊണ്ടു നാം തമ്മിൽ നിരൂപിച്ചാൽ സമത്വം അല്ലെന്നത് അരുൾ ചെയ്തിതു ഭവാൻ. ഭഗവാൻ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ചല്ലോ, ഒരിക്കലും ഈ രാജകുമാരന്മാരെ, അതായത് രുക്മിയും ജരാസന്ധനും ഇങ്ങനെ രാജാക്കന്മാരുടെ ഇടയ്ക്ക് ഭഗവാൻ ഒരിക്കലും സമമല്ല. സമമുള്ളത് രാജകുമാരികൾക്ക് രാജാക്കന്മാരെ കെട്ടുക. ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് സമമാവത്തില്ല, സമത്വമല്ല. എൻ്റെ വഴി പോലും എൻ്റെ മാർഗവും ആർക്കും അറിയില്ല എന്ന് ഭഗവാനോട് പറയുന്നു. ഭഗവാൻ എന്താ ചിന്തിക്കുന്നത്? രാജകുമാരിയായ ദേവിക്ക് രാജകുമാരന്മാരെ വേണേൽ കെട്ടാം, ഭഗവാൻ ആ വഴിയല്ല എന്നുള്ളതാണ്. പക്ഷേ അതുകൊണ്ടാണ് ഭഗവാൻ സമത്വമല്ലെന്ന് പറഞ്ഞത്. ഒരിക്കലും ഇതും അതുകൊണ്ട് ചേരത്തില്ല. കാരണം രണ്ടും രണ്ട് അവസ്ഥയാണ്, ലോകജീവിതവും. പക്ഷേ രുക്മിണി അതല്ല. അല്ലാതെ ഈ ലോക ജീവിതം എന്ന് പറയുന്നതും ഭഗവാന്റെ അത് സന്യാസിമാരുടെ ഇതെല്ലാം വേറെ വേറെയാണ്, രണ്ടും രണ്ടവസ്ഥയാണ്. അതുകൊണ്ട് ഇവിടെ ദേവി പറയുന്നു, മോഹനമായ ഇത് ഭഗവാന്റെ മായ മോഹനമാണ്. കാരണം സാമ്പത്തികവും രാജരീതിയൊക്കെ നോക്കുമ്പോൾ ഈ ലോകം നല്ലതാണ്. അറിവില്ലാത്ത മൂഢന്മാർക്ക് തോന്നും ഇതാണ് സുഖമെന്ന്. അതുകൊണ്ട് രാജകുമാരന്മാർക്ക് അങ്ങനെ ധനവും മുതലൊക്കെ ഉള്ളവർക്ക് തോന്നും, അയ്യോ ഇത് നല്ല പരമാനന്ദം, മറ്റുള്ളവർ എല്ലാവരിലും ധനമുള്ളത് നല്ലത് തന്നെയെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതുകൊണ്ട് അത് മോഹനമായ തവ ഭഗവാന്റെ മായയാ മൂടി സദാ എപ്പോഴും എന്താണ്? ദേഹാഭിമാന ദുഃഖ താപ സന്തപ്തയായി ജ്ഞാനലേശം പോലും, അല്പം പോലും ലേശം ജ്ഞാനവുമില്ലാതെ ഉള്ളിൽ അങ്ങനെ ഇല്ലാത്തൊരു സ്ത്രീയാണ് രുക്മിണി എന്ന് പറയുന്നു ഭഗവാനോട്. ഭഗവാൻ പറഞ്ഞ എന്താണ്? രുക്മിണിയെ പുകഴ്ത്തി പറഞ്ഞു. എന്താ പറഞ്ഞത്? രാജകുമാരനൊന്നും അല്ല ഞാൻ, രുക്മിണിക്ക് രാജാക്കന്മാരെ കെട്ടാം എന്ന് ഭഗവാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഇവിടെ രുക്മിണി എന്താ പറഞ്ഞത്? ഒന്നും അറിവില്ലാത്ത, ലേശം പോലും ഉള്ളിൽ യാതൊരു അറിവുമില്ല, ദേഹാഭിമാനവും ദുഃഖവും താപവും അങ്ങനെ കഴിഞ്ഞുകൊടുന്ന ഭഗവാന്റെ തന്നെ മോഹനമാക്കുന്ന മായയെ മൂടി ഒരു വിവരമില്ലാതെ കിടക്കുവാണ് ഞാൻ, ഒരു മനുഷ്യ സ്ത്രീയാണ് ഞാൻ, എനിക്ക് ഒന്നും അറിയില്ല എന്നാണ് രുക്മിണി പറഞ്ഞത്. പക്ഷേ ഭഗവാന്റെ ഈ കാര്യങ്ങളെല്ലാം ദേവി അറിഞ്ഞങ്ങോട്ട് പറയണമെങ്കിൽ ദേവിയുടെ ഉള്ളത്തിൽ അറിവില്ലായിട്ടാണോ? മന്ദബുദ്ധിയാണോ? പക്ഷെ ഭഗവാനോട് പറഞ്ഞെന്താണ്? ഞാനിവിടെ അങ്ങയുടെ മോഹനമായ മായയിൽ മൂടിക്കിടക്കുകയാണ്, എനിക്ക് ദേഹാഭിമാനവും. കാരണം ഭഗവാന് ദേഹാഭിമാനമില്ല, ദേഹാഭിമാനങ്ങളോ അങ്ങനെ ശരീരബോധമോ ഒന്നുമില്ല. അതുകൊണ്ട് ഇവിടെ അങ്ങനെയുള്ള ഞാനല്ല, ഞാൻ വെറും മൂഢയാണ്, എനിക്കൊന്നും അറിയില്ല. ഞാൻ ദേഹാഭിമാനമുണ്ട്, എനിക്ക് ദുഃഖവും താപം ദുഃഖ ദുരിതങ്ങളും അതിൽ തന്നെ സന്തപ്തയായി കിടക്കുകയാണ്. ജ്ഞാനമാണെങ്കിലോ ഭഗവാൻ ജ്ഞാനസ്വരൂപനാണ്, എന്നാൽ ഞാനാണെങ്കിലോ അത് രുക്മിണിയാണെങ്കിലോ ജ്ഞാനം ലേശം പോലും ഉള്ളിലില്ലാത്ത വെറും ഒരു മനുഷ്യ സ്ത്രീയാണ് ഞാൻ. അതുകൊണ്ട് നാം തമ്മിൽ നിരൂപിച്ചാൽ സമത്വമല്ലെന്നത് ഭഗവാൻ അരുൾ ചെയ്തതു. നേരത്തെ നമ്മൾ ഇന്നലെയൊക്കെ വായിച്ചു സമത്വമല്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നിനും സമത്വമല്ല, ഇത് ഭഗവാൻ സമമല്ലത് അരുൾ ചെയ്ത് പരമാർത്ഥം തന്നെയാണ്. അപ്പം ദേവി ഒന്നും അല്ലാത്തൊരു നികൃഷ്ട ജന്തുവിനെ പോലാണ് അവിടെ അവതരിപ്പിക്കുന്നത്. ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാനും വെറും ഒന്നുമല്ല, നിങ്ങളൊക്കെ പിന്നെ കിരീടമുള്ള രാജ ചിഹ്നമുണ്ട്, നിങ്ങളെല്ലാവരും അങ്ങനെ ഇങ്ങനെന്നൊക്കെ ഭഗവാൻ അങ്ങോട്ട് പുകഴ്ത്തി. ഇവിടെ ദേവി ഇങ്ങോട്ട് പുകഴ്ത്തി എന്താണ്? ഞാനിതൊന്നും അറിയാത്ത, വെറും അല്പം പോലും അറിവില്ലാത്ത മനുഷ്യ സ്ത്രീ, യാതൊരു വിവരവും ഇല്ല, ഭഗവാൻ തന്നെ മായയിൽ മൂടപ്പെട്ട് കിടക്കുകയാണ്, യാതൊരു വെളിവില്ലാതെ വെറും ഒരു മനുഷ്യ സ്ത്രീയാണെന്നാണ് ദേവി അങ്ങോട്ടും പറയുന്നത്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതായിട്ട് സംസാരിച്ചു. ഭഗവാൻ ഒന്നും അല്ലാത്തതുപോലെ ഭഗവാൻ പറയും, എനിക്ക് ഈ ലോക സുഖങ്ങളൊന്നും തന്നെ അല്ല, അത് സത്യം പറഞ്ഞത്. പക്ഷേ ദേവി നോക്കുമ്പോൾ എന്താ ഭഗവാനെ വലുതെന്ന് ദേവിക്കറിയാം. ഈ ലോക ജീവിതം അല്ല ഭഗവാനുള്ളത്, ഭഗവാന് ആർക്കും കിട്ടാത്ത കാര്യമില്ലേ ഭഗവാനുള്ളത്. എന്നാൽ രുക്മിണിയും അത് തന്നെയാണ്. രുക്മിണി ഇവിടെ ഇപ്പം ഇങ്ങനെ പറഞ്ഞെങ്കിലും ഒന്നും അറിവില്ലാത്ത വെറും
മായയിൽപ്പെട്ട് കിടക്കുന്ന ഉഴലുന്ന ഒരു വെറും മനുഷ്യ സ്ത്രീയാണ് ഞാൻ. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞ് സമമല്ല എന്ന്, ഒരിക്കലും സമമല്ല, ആ സത്യം തന്നെയാണ് എന്ന് പറഞ്ഞു. രണ്ടുപേരും താഴ്ത്തി കെട്ടി തന്നെ സംസാരിച്ചത്. അതുകൊണ്ട് ഞാൻ ദേഹാഭിമാന ദുഃഖതാപ സന്തപ്തയായി ജ്ഞാന ലേശം പോലും ഉള്ളിലില്ലാത്ത വേറൊരു മാനുഷ സ്ത്രീ ഞാൻ, അത് രുക്മിണി എന്ന് അതുകൊണ്ട് നാം തമ്മിൽ, ഭഗവാനും രുക്മിണിയായിട്ട് തമ്മിൽ നിരൂപിച്ചാൽ സമത്വമല്ലെന്നതും അരുൾ ചെയ്തതു ഭവാൻ. സമമല്ല, അതും അരുൾ ചെയ്തതു പരമാർത്ഥം, അത് പരമാർത്ഥമാണ്. നമ്മൾ തങ്ങൾ യാതൊരു സമവുമല്ല എന്ന് ദേവി പറയും. പക്ഷേ നമ്മളെന്ത് കരുതണം? സമമാണ്. ഭഗവാന് ഇത്രയും അറിവുള്ളൊരു സ്ത്രീയെ വേറെങ്ങും കിട്ടാനില്ല. ഈ ഭഗവാന്റെ ഉള്ളിൽ ഇരിപ്പ് മൊത്തവും അറിവ് മൊത്തവും ഈ രുക്മിണി മനസ്സിലാക്കിയിട്ടല്ലേ ഭഗവാനെ കെട്ടുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ ഭൂമിയിൽ വെച്ച് നോക്കുമ്പോൾ രുക്മിണിയെ പോലെ അറിവുള്ളവരാരുമില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അത് ഭഗവാൻ ഒടുക്കം പറയുന്നുണ്ട്. അതുകൊണ്ട് എന്നിട്ട് എന്താ പറയാ, യോഗജ്ഞന്മാരായി ശുദ്ധരാകിയ മുനികളും യോഗേശനായ തവ മാർഗത്തെ അറിയുമോ? ദേവി ചോദിക്കുന്നു. ഇവിടെ യോഗജ്ഞന്മാരായ ഒരുപാട് ശുദ്ധരാകിയ മാമുനിമാരുണ്ട്. എന്നാൽ യോഗേശനായ തവ ഭഗവാനെ, ആ വഴി, ഭഗവാന്റെ മാർഗമേ അവർക്ക് അറിയാമോ? അത് ആരാലും സാധ്യമല്ലെന്ന് രുക്മിണിക്ക് അറിയാം. എത്ര തപസ്സിരുന്നാലും മുനിമാർക്ക് എങ്ങനെ അറിയാം ഭഗവാന്റെ വഴികളും ഭഗവാന്റെ രീതികളും? അല്പം നമുക്കെല്ലാം ഭക്തി കൊണ്ട് ഭഗവാനെ സ്നേഹിച്ച് ഇങ്ങനെ ഭഗവാനേന്ന് നിൽക്കാനല്ലേ നമുക്കറിയൂ. അല്ലാതെ ഭഗവാൻ എന്താ ഏതാന്ന് നമുക്ക് ആകെ അറിയാൻ പറ്റൂ? ആർക്കും അറിയില്ലത്. ദേവി പറയുന്നു, യോഗജ്ഞന്മാരായ ശുദ്ധരാകിയ മുനികള് അവര് ഭഗവാൻ യോഗേശനാണ്, അങ്ങനെയുള്ള ഭഗവാന്റെ മാർഗത്തെ അറിയുമോ? ഭഗവാനും മെനയാന്ന് നമ്മൾ വായിച്ചു, എൻ്റെ മാർഗവും അവർക്കറിയില്ല. സത്യമാ, ഒരിക്കലും ആർക്കും അറിയാൻ പറ്റില്ല. ഭഗവാനേക്കാളും ഉയർന്ന വേറൊരാളുണ്ടെങ്കിലേ അതറിയാൻ പറ്റൂ. അതുകൊണ്ട് ഈ ഭഗവാന്റെ വഴി ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ? ആകയാൽ തവ മാർഗം മനുഷ്യരറിയയില്ലാകയാൽ അതും, അതുകൊണ്ട് ഈ ഭഗവാന്റെ മാർഗം തവ അങ്ങയുടെ ഭഗവാന്റെ വഴി മനുഷ്യരാകിയ മനുഷ്യർക്ക് അറിയില്ലാകയാൽ അറിയത്തില്ലാത്തത് കൊണ്ട് മുന്നം അരുൾ ചെയ്തതും സത്യം. ഭഗവാൻ അങ്ങനെ നേരത്തെ പറഞ്ഞിരുന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചതിനകത്ത് എൻ്റെ വഴിയും അവർക്കറിയില്ല, ഈ രാജകുമാരന്മാർക്കൊന്നും അറിയില്ല. അത് പറഞ്ഞ സത്യമാണ് രുക്മിണി പറഞ്ഞത്. അപ്പം രുക്മിണിക്ക് അറിയാൻ വേണ്ടിയിട്ടാണോ ഞാൻ മായിൽ കെട്ട് മൂടിക്കിടക്കുന്നു എന്ന് ദേവി പറഞ്ഞെങ്കിലും സത്യത്തിൽ കുറച്ചൊക്കെ അറിയാമെങ്കിലല്ലേ പറയാൻ പറ്റൂ. എന്നിട്ട് നിൻ തിരുവടിയുടെ തത്വങ്ങൾ അറിയാതെ മന്ദബുദ്ധികളായി മേവിടുന്നവർക്കെല്ലാം ലൗകികം അല്ലെന്നത് തോന്നിയിടുന്നിതോ ധ്രുവം. അതായത് ഇവിടെ മന്ദബുദ്ധികളാണ്. നിൻ തിരുവടിയുടെ ഭഗവാന്റെ തത്വങ്ങൾ അറിയാത്തവരൊക്കെയാണ് മന്ദബുദ്ധികൾ. ആ മന്ദബുദ്ധികളായ മേവിടുന്നവർക്കെല്ലാം ലൗകികം അല്ലെന്നത് തോന്നിയിടുന്നത് ധ്രുവം. ലോകങ്ങൾക്ക് അതീതമായിരിക്കും തവ കർമ്മം. ഭഗവാന്റെ കർമ്മമെല്ലാം ലോകങ്ങൾക്കെല്ലാം ആരാലും അറിയാത്തതായ അതൊക്കെ മേലെയാണ് ഭഗവാന്റെ കർമ്മങ്ങളെല്ലാം. ലോകങ്ങൾക്ക് അതീതമായിരിക്കും തവ കർമ്മം. ക്രോധലോഭങ്ങൾ ശോകമോഹങ്ങൾ കാമങ്ങളും ആദി ദേഹാഭിമാനം ഈ വക ഓർത്താലില്ല. ഭഗവാന്റെ കർമ്മങ്ങൾക്ക് ആരാലും സാധ്യമല്ല അറിയാൻ. ലോകങ്ങൾക്കെല്ലാം, ഈ ലോകത്ത് ആരെല്ലാം എന്തെല്ലാം ചെയ്യുന്ന കർമ്മമുണ്ടോ അതിനൊക്കെല്ലാം മേലെയാണ് ഭഗവാന്റെ കർമ്മങ്ങൾ. പിന്നെയോ ക്രോധോ ലോഭം ശോകമോഹങ്ങളോ കാമങ്ങളോ ആദി, ഭഗവാൻ ആദിയോ വ്യാധിയോ വിഷമോ ദേഹാഭിമാനമോ ഈ വക വല്ലതും ദൈവത്തിനുണ്ടോ? ഭഗവാൻ എന്തെല്ലാം കാര്യങ്ങൾ കർമ്മങ്ങൾ ഇവിടെ നടത്തി ആരാലും സാധ്യമാണോ അങ്ങനെയുള്ള കർമ്മങ്ങൾ നടത്താൻ? അത് രുക്മിണി മനസ്സിലാക്കാത്തതാണ്. ഭഗവാന്റെ കർമ്മങ്ങൾ ഈ ലോകത്തിന് അതീതമാണ്. ആരും ചെയ്യാത്ത കൃത്യങ്ങളാണ് ഭഗവാനോട് വന്ന് ചെയ്തത്. അത് ആർക്കും സാധ്യവും അല്ല ഭഗവാനല്ലാതെ. പിന്നെയോ ആദ്യമോ എന്തെങ്കിലും ഇതൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലും വിഷമോ കരച്ചിലോ അയ്യോ എനിക്ക് അത് പറ്റി ഇത് പറ്റിയെന്ന് നമ്മളൊക്കെ ഓരോരുത്തർ പറയുന്ന പോലെ ഭഗവാൻ എന്തെങ്കിലും പറയുന്നുണ്ടോ? എപ്പോഴും ചിരിച്ചുകൊണ്ടല്ലേ ഇരിക്കുക? എന്തെല്ലാം ഭൂമി വന്ന് എന്തെല്ലാം ചെയ്തു കർമ്മങ്ങൾ. അപ്പോഴും ലോകങ്ങൾക്ക് അതീതമായിരിക്കുന്ന ഭഗവാന്റെ കർമ്മം. പിന്നെ ക്രോധ ലോഭങ്ങൾ ശോകമോഹങ്ങൾ കാമങ്ങൾ ആതിദേഹാഭിമാനം ഈ വക ഓർത്താലില്ല. ആയതു നിമിത്തമായി അതുകൊണ്ട് നിഷ്കിഞ്ചനാം ഭവാൻ. അതുകൊണ്ട് ഭഗവാൻ ഇതൊന്നുമില്ല. കാമമുണ്ട്, ആഗ്രഹം ഉണ്ടെങ്കിലേ മുതൽ വേണമെന്ന് കാട്ടിക്കൂട്ടി വെക്കത്തുള്ളൂ. ഭഗവാൻ അങ്ങനെയുള്ള കാമമില്ല. പിന്നെ ആദിയില്ല,
ക്രോധമില്ല, ലോഭമില്ല, ശോകമോ മോഹമോ ആഗ്രഹങ്ങളോ ഒന്നുമില്ല, ആദി ദേഹാഭിമാനം ഈ വക ഒന്നുമില്ല. പിന്നെ അങ്ങനെയുള്ള ഭഗവാൻ എങ്ങനെ ദരിദ്രനെന്നല്ലേ പറയാൻ പറ്റൂ? സമ്പത്ത് വാരി കൂട്ടി വെച്ചെങ്കിലല്ലേ സമ്പന്നനാവൂ. ഭഗവാൻ ഇതൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് ഭഗവാൻ അവിടെ ദരിദ്രൻ എന്ന് പറയുന്ന സത്യമാണെന്ന് രുക്മിണി പറഞ്ഞു. അതുകൊണ്ട് അതുകൊണ്ട് ആയത് നിമിത്തമായി നിഷ്കിഞ്ചനാം ഭവാൻ, അതുകൊണ്ട് ഭഗവാൻ ദരിദ്രൻ തന്നെയാണ്. ത്വയജേഷണ ഭവാനി ചൊന്ന വാക്ക് സത്യം, അതുകൊണ്ട് ഞാൻ ദരിദ്രനാണെന്ന് പറഞ്ഞത് സത്യം തന്നെയാ. ദേവിക്കറിയാം ഭഗവാൻ ഒന്നിലോടും ആഗ്രഹമില്ല. സ്വർണം വാരിക്കൂട്ടി വെച്ചാലും ഈ ധനമായാലും എന്തായാലും ഭഗവാന് മണ്ണ്, അത് ഒരു മുമുക്ഷുവിനും അങ്ങനെയാണല്ലോ. ഒരു വട്ടം മണ്ണ് എങ്ങനെ കാണും, ഒരു വട്ടം സ്വർണം കണ്ട രണ്ടും തുല്യമായി കാണുന്നതാണ്, സമദൃഷ്ടിയായിട്ട് തോന്നുന്നത്. അതിലും ഇതിലും ഒരേ ദർശനം. കാരണം അവർക്ക് ആഗ്രഹമില്ല. സ്വർണം വേണമെന്നോ ധനം വേണമെന്നോ ആഗ്രഹം ഉണ്ടെങ്കിലല്ലേ അതിലൂടെ കണ്ണ് പോകത്തുള്ളൂ. ഈ ലോക ജീവിതത്തിലുള്ളവർക്കാണ് കാണുമ്പോ ഓടി വാരിക്കൂട്ടാൻ ചെല്ലും. എവിടെയെങ്കിലും വന്ന് കിടക്കാൻ എനിക്ക് തന്നെ മുമ്പേ വേണമെന്ന് ഓടും. ഭഗവാൻ ഇതിൻ്റെ ആവശ്യമില്ല. ഭക്തന്മാരെ മുമുക്ഷുക്കൾ ഇത് മനസ്സിലാക്കിയിട്ട് അവർക്കും ഇതിനെല്ലാം ഒഴിഞ്ഞു നിൽക്കുന്നു. അപ്പോൾ അല്പമെങ്കിലും ഭഗവാനോടുള്ള സ്നേഹവും ഭക്തിയും അല്പമെങ്കിലും ഈശ്വരനെ എന്തെങ്കിലും ഒന്ന് അറിയാൻ പറ്റുമെങ്കിൽ അത് മഹർഷിമാർക്കേ പറ്റൂ, താപസന്മാർക്കേ പറ്റൂ. ഈ രുക്മിണിയും ഒരു തപസ് തന്നെയാണ്. കാരണം തപസ് ഇരുന്നാണ് ഭഗവാനെ കൈക്കലാക്കുന്നത്. അതുകൊണ്ട് ഭവാനിച്ചൊന്നെല്ലാം സത്യമാണ്. ഐശ്വര്യമതം കൊണ്ട് കണ്ണ് കാണാതെമേവും തുച്ഛബുദ്ധികൾ സർവോത്തമന ഭവാൻ തന്നെ ചിത്തത്തിൽ സ്മരിക്കയും ഇല്ലെന്നുള്ളതേ വരൂ. ഒരിക്കലും ആരും ഭഗവാനെ പണം വേണമെന്ന് ഈ ലോക ചിന്തയിലുള്ളവരാരും ഭഗവാനെ ഓർക്കത്തില്ല. എന്നിങ്ങനെ ധനവാന്മാർ. അത് ഭഗവാൻ പറഞ്ഞ സത്യമല്ലേ എന്നാ രുക്മിണി പറയും. ഭഗവാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതിനകത്ത് നമ്മൾ വായിച്ചു, വിത്തവാന്മാർക്കൊന്നും എന്നെ ചിന്തിക്കത്ത് പോലുമില്ല, ചേർച്ചയില്ല. പിന്നെ എവിടെയെങ്കിലുമുള്ള സന്യാസിമാരെ പിഷുക്കൾ നമ്മൾ വായിച്ചതാ, മറന്നുപോയി കാണുമെന്ന് അങ്ങനെ ഓർമ്മയുണ്ടെങ്കിൽ മനസ്സിലായി. ഞാൻ അന്നേരം എടുത്ത് പറഞ്ഞത് പിന്നെ പിഷക്കാരല്ല, പിഷു എന്ന് പറയുന്നത് സന്യാസിമാരാണ്. സന്യാസിമാർക്ക് മാത്രമേ ഭഗവാനോട് സ്നേഹമുള്ളൂ, ഭക്തിയുള്ളൂ. ഭഗവാനെല്ലാം ഭഗവാനെ അത്രയെങ്കിലും അറിയാൻ പറ്റൂ. അല്ലാത്തവരെന്താ ഈ ലോക ചിന്ത ഉള്ളത് ഓർക്കത്തോലുമില്ല ഭഗവാന്. ഈ ലോക ചിന്തയിൽ ധനവും, അതായത് രാജാക്കന്മാർക്ക് വേണ്ടുന്ന ധനങ്ങളും ഒക്കെ ഉള്ളവർ പിന്നെ എന്തിനാ ഭഗവാനെ ചിന്തിക്കുന്നത്? നമുക്ക് എന്താ ചിന്ത വരുന്നത്? സാധുക്കളായ ഭക്തന്മാർക്ക്, അതായത് ഈശ്വരനെ സ്നേഹിക്കണമെങ്കിൽ നമുക്ക് ഒന്നീ ഒരു ദുരിതമോ ആപത്തോ ഇല്ലെങ്കിൽ പട്ടിണിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അയ്യോ ഭഗവാനെ എനിക്ക് വിഷമമാണല്ലോ എന്ന് നമ്മൾ പറഞ്ഞ് അവസാനം നമ്മൾ ഭഗവാനിലേക്ക് എത്തപ്പെടും. ഭക്തി വർദ്ധിച്ച് വരും. അതിനൊരു ചുവടുവെപ്പാണ് ഈ നമുക്ക് എന്തെങ്കിലും ദുരിതങ്ങളോ ആപത്തുകളോ അല്ലെങ്കിൽ ധനക്കുറവോ ഒക്കെ ഉണ്ടാകുന്നത്. എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മൾ ദൈവത്തെ ചിന്തിക്കത്തില്ല. ഇതെല്ലാം ഉള്ളവർ ധനവാന്മാർ ഭഗവാനെ ഓർക്കത്തുകൂടിയില്ല. അതാ പറയുന്നത് ഐശ്വര്യം മതം കൊണ്ട്. ധനം ഉള്ളവർ മതം ഉണ്ടാവും, അഹങ്കാരം ഉണ്ടാവും. അപ്പോൾ എന്തോ ഒരു കണ്ണ് കാണാതെ പോകും. അറിവില്ലായ്മ വരുമ്പോൾ അന്ധനായി കാണും. എന്താ അവർ പറയുന്നെന്നോ ഒരു തിരിച്ചറിവില്ലാത്തൊരു ലക്ഷണമാണ്. അതാണ് കണ്ണ് കാണാതെ മേവും. തുച്ഛബുദ്ധികൾ, അല്പബുദ്ധികൾ, യാതൊരു ഗുണവുമില്ല. സർവോത്തമനാം ഭവാൻ തന്നെ ചിത്തത്തിൽ സ്മരിക്കുകയുമില്ലെന്നുള്ളതേ വരൂ. അവർ ഓർക്കത്ത് പോലുമില്ല. പണക്കാർക്ക് അതിൻ്റെ ആവശ്യമില്ല. ഭഗവാൻ ഇങ്ങനെ ഉണ്ടോയെന്നോലും അവർക്ക് അറിയില്ല. കാരണം അവർക്ക് സുഖ ജീവിതമല്ലേ, ഈ ലോക ജീവിതത്തിൽ സുഖമുണ്ട്. അതുകൊണ്ട് അവർ ചിന്തിക്കത്ത് പോലുമില്ല. ചിത്തശുദ്ധിയും വന്ന് സംസാര സന്തപ്തരായി കർമ്മങ്ങൾ നിഷ്കാമമായി ചെയ്ത് അതിവിശുദ്ധരായി നിർമ്മലന്മാരായിടും സന്യാസി ജനങ്ങളും നിത്യനാകും നിന്നെ കീർത്തിച്ച് കേട്ട് ഉത്തമപുമാൻ ഭവാനെന്ന് ഞാൻ അറികയാൽ. രുക്മിണി പറയുന്നു, ഞാൻ അങ്ങനെ അറിഞ്ഞു ഭഗവാനെ. എന്താണ്? ചിത്തശുദ്ധി വന്ന് ഭക്തന്മാർ സന്യാസിമാർ ചിത്തശുദ്ധി വന്നിട്ട് സംസാര സന്തപ്തരായി ഈ ലോക സംസാരത്തിൽ നിന്നെല്ലാം അവർ മുക്തനാകും സന്യാസിമാർ. അപ്പോൾ അവർക്കും ഭഗവാനെ പോലെ യാതൊന്നിനും ആഗ്രഹമില്ല. അങ്ങനെ വരുന്ന ചിത്തശുദ്ധിയുള്ള സന്യാസിമാർക്ക് എന്ത് വന്നു? ഈ ലോകത്തിൽ നിന്നെല്ലാം വിടുതൽ വന്നിട്ട് കർമ്മങ്ങൾ, എല്ലാ കർമ്മവും ചെയ്യും. എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യാൻ ഒക്കുന്നതൊക്കെ ചെയ്ത് നിഷ്കാമമായാണ് ചെയ്യുന്നത്. എന്ത് ചെയ്താലും ഫലം ആഗ്രഹിക്കാതെ കർമ്മങ്ങൾ എന്തൊക്കെയോ ഒക്കുന്നതൊക്കെ അങ്ങ് ചെയ്യും. അതെന്തിനു വേണ്ടി ചെയ്യുന്നത് വെച്ചാൽ യാതൊന്നിനുമല്ല. അങ്ങനെയുള്ള അതിവിശുദ്ധരായി അവർ ചെയ്ത് കർമ്മങ്ങൾ വെറുതെ ഒരു ഫലത്തിനും അല്ലാതെ ചെയ്ത് വരുമ്പോൾ അതിവിശുദ്ധരായി വരും അവർ. എന്നിട്ടോ നിർമ്മലന്മാരായിട്ടും അത്ര ഹൃദയശുദ്ധിയുള്ളവരായിട്ട് അങ്ങനെയുള്ള സന്യാസി ജനങ്ങളും എന്ത് ചെയ്യുന്നു? നിത്യവും എന്താ ചെയ്യുന്നത്? നിങ്ങളെ സന്യാസിമാർ
നിത്യവും നിത്യനാകും നിന്നെ. ഭഗവാൻ നിത്യനാണ്. അവിടെ ഒരു ദിവസവും ഒരു നേരവും ഇല്ല. ലോകം മൊത്തവും നിറഞ്ഞ് അവിടെ എപ്പോഴും ഉള്ളതാ, ഉണ്മയാ, ഉള്ളതാ, അതെങ്ങും പോകത്തില്ല. അങ്ങനെ നിത്യനായിരിക്കുന്ന പരമാത്മാവായ കൃഷ്ണനെ നിത്യവും ദിവസേനെ ഭഗവാനെ കീർത്തിച്ച് കേട്ട് ഉത്തമ പുമാൻ. അങ്ങനെ കീർത്തിച്ച് കേൾക്കുന്നത് ആരെയാണ്? ആരെയായി കീർത്തിക്കുന്നത്? ഭഗവാനെ. ആരാണ് കീർത്തിക്കുന്നത്? സന്യാസിമാര്. ആരാണ് കേട്ടത്? രുക്മിണി. അപ്പോൾ നിത്യവും ഇങ്ങനെയുള്ള ഭക്തന്മാര്, സന്യാസിമാര് ഉത്തമനായിരിക്കുന്ന ഈ ഭഗവാനെ തന്നെ അവര് കീർത്തിക്കുന്നത് കേട്ട് അങ്ങനെ അവർ മനസ്സിലാക്കി. അതാണ് കർമ്മങ്ങൾ നിഷ്കാമമായി ചെയ്ത് അതിവിശുദ്ധരായി നിർമ്മലന്മാരായിരുന്ന സന്യാസി ജനങ്ങള് നിത്യവും നിത്യനാകും നിന്നെ കീർത്തിച്ച് കേട്ട് ഉത്തമ പുമാൻ. അപ്പോൾ കീർത്തിക്കണമെങ്കിൽ അത് യഥാർത്ഥത്തിൽ ഉത്തമ പുമാനാണെങ്കിലല്ലേ കീർത്തിക്കൂ. വെറുതെ ഈ ലോകത്ത് ആർക്കും കാണാനും കേൾക്കാനും ഒന്നിനും കൊള്ളാത്തൊരു മനുഷ്യൻ ആരും കീർത്തിക്കൂ? അപ്പോൾ സന്യാസി ജനങ്ങൾ മൊത്തം ഭഗവാനെ കീർത്തിക്കണമെങ്കിൽ ഭഗവാൻ പുരുഷോത്തമനായിരിക്കണം. അപ്പം ദേവിക്ക് മനസ്സിലായി എന്തോ നന്മ ഭഗവാനിലുള്ളു, കൃഷ്ണനിലുള്ളു ഉണ്ട്. അതുകൊണ്ടാണ് ഈ സന്യാസിമാർ മൊത്തവും ഭഗവാനെ കീർത്തിക്കുന്നത്. ഇത് കേട്ടതുകൊണ്ട് നിത്യവും നിത്യനാകുന്ന ഭഗവാനെ കീർത്തിച്ച് കേട്ട് ഉത്തമ പുമാൻ ഭവാനാണെന്ന് ഞാൻ അറിയുന്നു. അങ്ങനെ ഞാൻ അറിയയാൽ എന്ത് വന്നു? നിർഗുണാത്മകനാകും നിന്നെ ഞാൻ വരിച്ചിതു. അതുകൊണ്ടാണ് ഒരു ഗുണങ്ങളില്ലാത്ത സത്വരജ തമ ഈ 3 ഗുണങ്ങളും പരമാത്മാവിനില്ല. നിർഗുണനാണ്. എന്നാൽ ഇവിടെ ശരീരം എടുത്തത് കൊണ്ടാണ് ഇവിടെ സഗുണം സാത്വിക ഭഗവാൻ എടുത്തത്. രജസ്, തമസ്, സാത്വികം. മഹാവിഷ്ണു നാരായണൻ സാത്വികനാണ്. അപ്പോൾ എന്താ അത് എടുക്കാൻ? ശരീരം വന്നതുകൊണ്ടാണ്. ശരീരം എടുത്താൽ ഒരു ഗുണം ഇല്ല ഒക്കോ? ഇവിടെ നന്മ തിന്മകളെ തിരിച്ചറിയണമെങ്കിലും നന്മ ചെയ്യാൻ കൊടുക്കണം, സത്വം എടുത്തെങ്കിലും ഇത് പറഞ്ഞുതരാൻ ഒക്കും. അപ്പോൾ ഒരു ഗുണം എടുത്തല്ലേ പറ്റൂ. അതേസമയം പരമാത്മാവിനാണെങ്കിലോ മൂലം ശരീരമില്ല, അരൂപിയാണ്. അപ്പോൾ അവിടെ നിർഗുണമാണ്, ഒരു ഗുണവും ഇല്ല. ഭഗവാൻ അവതരിച്ച് രൂപം എടുത്തതുകൊണ്ട്, ശരീരം വന്നതുകൊണ്ടാണ് ഇവിടെ ഗുണം ഉണ്ടായത്. അതായത് മായയ്ക്കാണ് ഇവിടെ, പ്രപഞ്ചത്തിന് പ്രകൃതിക്കാണ് ഗുണം. അവിടെ പ്രകൃതിയുടെ മായയ്ക്ക്, ആ ഭഗവാൻ തന്നെ മായയാൽ ശരീരം എടുത്തത് കൊണ്ട് ഭഗവാൻ സഗുണം സത്വഗുണം എടുത്ത്. അതുകൊണ്ട് ഭഗവാൻ നിർഗുണാത്മകനാണെന്ന് രുക്മിണിക്ക് അറിയാം. നിർഗുണാത്മകനാകും നിന്നെ ഞാൻ വരിച്ചത്. നിനക്കൊരു ഗുണം, ഒരു 3 ഗുണങ്ങളും ഇല്ലാത്ത നിർഗുണനാണ് ഭഗവാൻ. എന്നാൽ വരിച്ചത് സഗുണാമുധേ. എന്നിട്ട് പറയുന്നത് ഗുണത്തിന് സൽഗുണം അമ്പുധേ, സമുദ്രം പോലെ സൽഗുണമുള്ളവനേ. അപ്പോൾ ഗുണമില്ലാതെ നിർഗുണാത്മവനാണ്. എന്നാൽ ഇവിടെ സഗുണാമുധേ എന്നും കൂടെ പറഞ്ഞേക്കുന്നത്. അപ്പം എന്താണ് അർത്ഥം? ഭഗവാൻ ഒരു ഗുണവുമില്ല, അരൂപിയാണ്. എന്നാൽ ഇവിടെ ശരീരം എടുത്തുകൊണ്ട് സമുദ്രം പോലെ ഗുണമുള്ളവനെ. അതുകൊണ്ടല്ലേ സന്യാസിമാർ പുകഴ്ത്തതും കീർത്തിയും ചെയ്യുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട്, അതുകൊണ്ട് സത്യം മുന്നേ നീ പറഞ്ഞു. അപ്പോൾ ഭഗവാൻ നേരത്തെ പറഞ്ഞു, ഞാനിവിടെ പിന്നെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ദേവി ഓർത്തിട്ട് ഇതെല്ലാം അതുകൊണ്ട് സത്യമാ അങ്ങ് പറഞ്ഞതെല്ലാം. ഭക്തരാം ജനങ്ങൾക്ക് മുക്തിയും നൽകിയിടുന്ന ഭക്തവാത്സല്യ രൂപനായ നിൻ പാദപത്മ സൽഗന്ധം ഒരു ദിനം ഒരിക്കലെന്നാകിലും ദുർഗതിഹരം ഘ്രാണിച്ചിടുന്ന നാരി പിന്നെ നിന്നെ കൈവിട്ട് പുനർമന്നിങ്കൽ ജീവച്ചവ മന്നവന്മാരെ ചെന്നിട്ട് ആരിഹ വരിക്കുന്നു. ഭഗവാൻ പറഞ്ഞു, നേരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചു, ദേവി പിന്നെ രാജാക്കന്മാരെല്ലാം പിന്നെ ദേവിയെ അത്രത്തോളം ആഗ്രഹിച്ചിരിക്കുകയല്ലേ. കുട്ടിത്വം കൊണ്ട് തോന്നിച്ചതായിരിക്കും എന്നെ വിവാഹം കഴിക്കാൻ. പക്ഷേ ഞാൻ ഇങ്ങനെയൊക്കെ ഉള്ളവനാണ്, എനിക്ക് യാതൊരു പിന്നെ ചിഹ്നങ്ങളില്ല, ഗുണങ്ങളില്ല, ഒന്നുമില്ല. അപ്പോൾ ഗുണമില്ലാതെ സത്യമാ. അതാ ദേവി പറയാ, അങ്ങ് പറഞ്ഞ സത്യമാണ്, ഗുണമില്ല, എന്നെ കൊണ്ടൊരു ഗുണവും ഇല്ല. എന്താ കാരണം? നിർഗുണനാ. ഇവിടെ രൂപം എടുത്തുകൊണ്ടാണ് സഗുണമായത്. അപ്പോൾ അതെല്ലാം സത്യം തന്നെ. എല്ലാം സത്യം സത്യം എന്ന് പറയണമെങ്കിൽ ദേവി ആരാ? ഉള്ളിൽ അറിയാഞ്ഞിട്ടാണോ? എന്നിട്ട് ദേവി എന്താ പറഞ്ഞത്? ഒന്നും അറിയാത്ത, ലേശം പോലും വിവരമില്ലാത്ത അതായത് പിന്നെ ഈ മായയിൽ മൂടപ്പെട്ട് കിടക്കുന്ന ഞാൻ, എനിക്ക് യാതൊരു വെളിച്ചവും ഇല്ല, എനിക്ക് യാതൊരു അറിവില്ലാത്ത എന്നെ ഭഗവാനോട് സമമല്ലെന്ന് പറഞ്ഞ സത്യം തന്നെയാണ് ദേവിയും പറയുന്നത്. ഭഗവാനും പറയുന്നത് എനിക്ക് യാതൊരു ഗുണങ്ങളുമില്ല, ഞാൻ രാജാവല്ല, രാജകുമാരനോ ഒരു ചിഹ്നങ്ങളും ഇല്ല എന്ന് ഭഗവാനും പറയുന്നു. 2 കൂട്ടരും കൊള്ളാം, 2 കൂട്ടരും ഇങ്ങനെ പറയാം. അപ്പോഴേ ഇവിടെ ഭക്തവാത്സല്യമാണ് ഭഗവാനുള്ളത്. അപ്പോൾ ഭക്തരാ ജനങ്ങൾക്ക് എന്ത് കൊടുക്കുന്നു? ഭഗവാൻ മുക്തി കൊടുക്കുന്നു.
അങ്ങനെ നൽകിയിടുന്ന ഭക്തവാത്സല്യ രൂപനായ ഭഗവാന്റെ പാദപത്മ സൽഗന്ധം. അങ്ങനെയുള്ള ഭഗവാന്റെ സൽഗന്ധം എന്താണ്? സഗുണം. സഗുണം, നല്ല ഗുണമുള്ള ആൾക്ക് നല്ല ഗന്ധമായിരിക്കും, നല്ല മണമായിരിക്കും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ദുഷ്കർമ്മം ചെയ്യുന്ന ഈ രാജാക്കന്മാരുടെ ജീവച്ഛവം എന്ന് പറയുന്നത് എന്താണ്? കാമവും ക്രോധവും ഈ ലോകത്തില്ലാത്ത ദുഷ്കർമ്മങ്ങൾ മൊത്തവും ചെയ്യുന്ന രാജാക്കന്മാർ. അവർ ഈ ലോക സുഖത്തിന് വേണ്ടി എന്തും ചെയ്യും, ഒരു വിവരവും ഇല്ല, യാതൊരു ഉള്ളശുദ്ധിയില്ല, ഒന്നുമില്ല. അതുകൊണ്ട് അവർ ദുർഗന്ധം. അത് മനസ്സിലാക്കണം. നമുക്ക് ദുർഗന്ധവും നല്ല സൽഗന്ധവും ഉണ്ട്. ഭഗവാന്റെ രീതി സൽഗന്ധമാണ്. കാരണം സഗുണമാണ്, നല്ല ഗുണങ്ങളാണ്. ഒരു സാത്വികൻ എന്താ ഉള്ളത്? മഹർഷിമാർക്കും മുനിമാർക്കും ഒക്കെ സൽഗന്ധമാണ്, നല്ല ജ്ഞാനമാണ് അവിടെ ഉള്ള നിറച്ച്. അപ്പോൾ അവരെ നല്ല മണമാണ്, സുഗന്ധം, നല്ല ഗന്ധമാണ്. അതുകൊണ്ട് ഇങ്ങനെ ജനങ്ങൾക്ക് മുക്തി നൽകുന്ന ഭക്തവാത്സല്യ രൂപനായ നിൻ പാദപത്മം, അങ്ങനെയുള്ള ഭഗവാന്റെ പാദപത്മം സൽഗന്ധം ഒരു ദിനമെങ്കിലും, ഒരിക്കൽ ഈ ദേവി പറയുക, ഒരു ദിവസം ഒരു നേരമെങ്കിലും ദുർഗതി ഹരം, അതായത് ദുരിതങ്ങളെ പോക്കുന്ന ദുരിതങ്ങൾ ഹരം ഇല്ലാതാക്കുക, ദുരിതങ്ങളെ ഇല്ലാതാക്കുന്ന ഈ സൽഗന്ധം, നല്ല ഗുണം, ആ മണം ഒരു ദിവസം ഒരു നേരമെങ്കിലും ഘ്രാണിച്ചിടുന്ന മണത്താൽ, അങ്ങനെയുള്ള നാരി മണത്താൽ ആ സ്ത്രീ, ആ നാരി പിന്നെ നിന്നെ കൈവിട്ട് പുനർമന്നെങ്കിൽ വീണ്ടും മണ്ണിൽ, ഭൂമിയിൽ നിന്ന് ജീവച്ഛവ മന്നന്മാരെ ചെന്നിട്ട് ആരിക വരിക്കുന്നു. ഭഗവാൻ പറഞ്ഞു, ദേവിക്ക് പോയി ഇതുപോലെ ഭഗവാനെ മനസ്സിലാക്കാതെ കുട്ടിത്തം കൊണ്ട് ചെയ്തത് പോയതാണെങ്കിൽ ഇതുപോലെ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഇത് വെച്ചോണ്ട ദേവി പറയുന്നത്, ഇനി ഇങ്ങനെ ഭഗവാന്റെ സഗുണ സൽഗന്ധം മണത്ത ഒരു നാരി വീണ്ടും പോയി ജീവച്ഛവമായിരിക്കുന്ന ദുർഗന്ധത്തെ കെട്ടാൻ ആരെങ്കിലും പോകുമോ എന്നാണ് ദേവി ചോദിക്കുക. എത്രമാത്രം അറിവാ! അതാ ഞാൻ പറയും, ഈ ദേവിയുടെ അറിവ് ഈ ഭൂമിയിൽ ആർക്കെങ്കിലും ഉണ്ടോ ഇതുപോലെ പറയാൻ? ദേവി ഇത്രയും ഉള്ളിനകത്ത് അറിവ് വെച്ചോണ്ട്, അപ്പോൾ ഭഗവാനിത് ഇത്രയും ഇട്ടുകൊടുത്തോണ്ടാണ് ഇവരുടെ ഉള്ളിലിരിക്കുന്ന മൊത്തം വെളിയിൽ വന്നത്. അല്ലെങ്കിൽ ഇതൊന്നും അറിയാൻ പറ്റത്തില്ല. രുക്മിണി ആരാ എന്താന്ന് അറിയണമെങ്കിൽ ഒരു ചോദ്യം ഇതുപോലെ ഭഗവാൻ പറഞ്ഞപ്പോഴാണ് ബോധം കെട്ടൊക്കെ വീണെങ്കിലും ഉള്ളിലിരിപ്പ് മൊത്തം പുറത്തായി. അപ്പോൾ ആളാരാണ്? അറിവുള്ളവരല്ലേ രുക്മിണി? അതുകൊണ്ട് അങ്ങനെയുള്ള സൽഗന്ധം ഒരു ദിനം ഒരു നേരമെങ്കിലും ഈ ഘ്രാണിച്ചിട മണക്കുന്ന എന്താ, അതുണ്ടെങ്കിൽ ഈ ദുർഗതി നശിക്കും. ഭഗവാന്റെ ഗുണം മനസ്സിലാക്കുന്നവരുടെ ഉള്ളത്തിൽ എന്തെങ്കിലും ദുരിതങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ഇല്ലാതാക്കും. അങ്ങനെയുള്ള സൽഗന്ധം ഒരു ദിനം ഒരിക്കലെങ്കിലും ഒരു നേരമെങ്കിലും മണക്കുന്ന ഘ്രാണിച്ചിടുന്ന നാരി, അങ്ങനെ സ്ത്രീ പിന്നെ നിന്നെ കൈവിട്ട് വീണ്ടും മന്നിങ്കൽ, ഭൂമിയിൽ ജീവച്ഛവൻ മന്നവന്മാര്, ജീവൻ ഉണ്ടതേ ഉള്ളൂ, ശവമാണ്, യാതൊരു വെളിവില്ല, ഒരു വിവരമില്ല, അല്പം പോലും ഒന്നിനും കൊള്ളാത്ത രാജാക്കന്മാരെന്ന് പറഞ്ഞാൽ മതി. ധനം ഉണ്ടെന്ന് പറഞ്ഞാൽ വല്ലതും ഉണ്ടോ? അതുകൊണ്ട് അങ്ങനെയുള്ള മന്നവന്മാരെ ചെന്നിട്ട് ആരാ വിവാഹം കഴിക്കുന്നത്? ആരിക വരിക്കുന്നു? ദേവി അങ്ങനെ പോകുമോ? രുക്മിണി ഇത്രയും സുഗന്ധം, നല്ല ഗന്ധം, നല്ല മണം, ഭഗവാന്റെ നല്ല മണം. എന്ത് മണം? മഹിമയാകുന്ന മണം. ഉള്ള മൊത്തവും സഗുണമാണ്, നല്ല ഗുണങ്ങളാണ് ഭഗവാനുള്ളതെല്ലാം. അപ്പോൾ അത് മണക്കും, നല്ല മണമാണ്. ആ മണം ആരെങ്കിലും മണത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു സ്ത്രീ പിന്നെ പോയി എന്താ പറയുക, നാറുന്ന ദുർഗന്ധം പിടിച്ച ഒരു രാജാവിനെ ആരും പോലും വിവാഹം കഴിക്കുമോ? ഇത് കളഞ്ഞിട്ട് അമൃതം ഉണ്ണുന്നവൻ അമേധത്തിന് പോകുമോ? അതാണ് ചോദിച്ചത്. നമുക്ക് ഇത് നല്ല കാര്യമാണ്. ഇതൊക്കെ ഒരു നമ്മൾ സ്ത്രീ എന്നല്ല, എല്ലാവരും ഇത് പഠിക്കേണ്ടേ. പുരുഷനും പഠിക്കണം, സ്ത്രീകളും പഠിക്കണം. ഇതൊക്കെ നമ്മുടെ ഉള്ളത്തിൽ നമുക്കതെല്ലാം അറിയണം. ഇതൊക്കെ അറിയും. ഈ ഭാഗവതം എല്ലാവരും വായിക്കും, പക്ഷേ ഇത് അങ്ങോട്ട് ഉള്ളത്തിലേക്ക് ഇഴിഞ്ഞിറങ്ങത്തുമില്ല, അത് ഗ്രഹിക്കത്തുമില്ല. അതുകൊണ്ടാണ് ആർക്കും ഒന്നും അറിയാത്തത്, മനസ്സിലാക്കി വായിക്കുന്നില്ല ആരും. അതുകൊണ്ട് നമ്മൾ എന്ത് മനസ്സിലാക്കണം? നമുക്കും വേണം സൽഗന്ധം, ഭഗവാന്റെ മണം. ആ മണം നമ്മൾ അനുഭവിച്ചാൽ പിന്നെ വേറൊന്നിനും പോകത്തില്ല. ഈ ലോകത്തിലെ ഒന്നും നമുക്ക് വേണമെന്ന്, ഒരു സ്വർണം കൊണ്ടൊന്ന് വാരിക്കൂട്ടി നിന്നാലും നമുക്ക് നോക്കേ ഇല്ല. നമ്മൾ ഒരു വട്ടം മണ്ണ് കൊണ്ടുവച്ചിട്ട് ഒരു വട്ടം സ്വർണ്ണം കൊണ്ടുവന്നാൽ ഈ മണ്ണും സ്വർണ്ണവും ഒരുപോലെ നമ്മൾ കാണും. എന്താ കാരണം? ഈ ലോകത്തിലുള്ള ഒന്നും തന്നെ നമുക്ക് സന്തോഷം തരത്തില്ല, ആനന്ദം തരത്തില്ല. പരബ്രഹ്മമായിരുന്ന പരമാത്മാവിനെ അറിഞ്ഞാൽ മാത്രമേ ആനന്ദ നിർവൃത്തി അടയും. പിന്നെ അതിൽ കൂടി ആനന്ദം പിന്നെ എന്താ ഉള്ളത്? അതുള്ളവർ പിന്നെ വേറൊന്നിന് പോകുമോ? ഇതാ രുക്മിണിയും ചോദിക്കുന്നത്. ഇനി ഇത് കളഞ്ഞിട്ട്, ഈ മണം കളഞ്ഞിട്ട്, ഈ ഒരു നേരം, ഒരു ദിനം ഒരു നേരമെങ്കിലും ആ സൽഗന്ധം, സഗുണ, ആ ഗന്ധം മനസ്സിൽ, ആ മണം
മണത്തവർ ഘ്രാണം മണപ്പിച്ച ഒരു നാരി പിന്നെ വേറെ ഒരു നാറുന്ന തോൽപാത്രത്തിന് വേണ്ടി ഓടുമോ? അതാണ് ഒരു ഗുണം വേണ്ടേ ഉള്ളത്തിലെങ്കിലും. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം ഹരി ഓം ഹരി ഓം. കുറേശ്ശേ പറ്റുന്നുള്ളൂ, കാരണം ഇത് മനസ്സിലാക്കാതെ പോയാലും പറ്റത്തില്ലല്ലോ.